എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പൊതുനിരത്തുകളിൽ എവിടെ തിരിഞ്ഞാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ ക്യാമറകളാണ്. ഈ ഒരു അവസരത്തിൽ നാം അറിയാതെ നമ്മുടെ വാഹനത്തിന് ക്യാമറ ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് OTP ഒന്നും നൽകാതെ തന്നെ വളരെ പെട്ടെന്ന് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഏതൊരു വാഹനത്തിൻ്റെയും ക്യാമറ ഫൈൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും. മാത്രവുമല്ല, ഇതിനോടൊപ്പം പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞോ, അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസിൻ്റെ എക്സ്പയറി ആയോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഈ ഒരൊറ്റ സെർച്ചിലൂടെ അറിയാൻ സാധിക്കും. ഇതിനായി മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെയായി സെർച്ച് ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നെക്സ്റ്റ് ജനറേഷൻ പരിവാഹൻ എന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ അക്കൗണ്ട് ഉള്ളവർക്ക് MPIN കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഇല്ലാത്തവർക്ക് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള കൊടുത്ത് ഫുൾ നെയിം കൊടുത്ത് മൊബൈൽ നമ്പറും കൊടുത്ത് അതിനുശേഷം 6 ഡിജിറ്റുള്ള MPIN സെറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് മൊബൈലിലേക്ക് ആദ്യത്തെ 6 ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഒരു മെയിൽ ID ഏതെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ MPIN കൊടുത്ത് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മുകളിൽ വെഹിക്കിൾ എന്നെഴുതിയിരിക്കുന്നതാണ്. അതിന് വലത് സൈഡിലായിട്ട് നമ്മൾ ഏത് വാഹനത്തിന് ഫൈൻ ഉണ്ടോ എന്നാണ് അറിയേണ്ടുന്നത്. ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ RC നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം അവിടെ ആ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. തുടർന്ന് വരുന്ന പേജിൽ മുകളിലായി വാഹനത്തിൻ്റെ നമ്പരും ഉടമയുടെ പേരിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ RTOയും വാലിഡ് ഏജ് എത്ര പഴക്കമുണ്ട് വാഹനത്തിന്, ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടോ, ഫൈനാൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ആക്റ്റീവ് ആണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ്. താഴെയായിട്ട് ഫിറ്റ്നസ് എന്നുവരെയുണ്ട്, ടാക്സ് എന്നുവരെ വാലിഡ് ആയിട്ടുണ്ട്, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി എന്നുവരെയുണ്ട്, PUCC പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നാണ്, പൊല്യൂഷൻ എന്നുവരെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ആ പേജിൽ തന്നെ കുറേ കൂടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് വെർച്വൽ RC എന്ന് കൊടുത്തിട്ടുണ്ട്. RC അങ്ങനെ വേണമെന്നവർക്ക് അത് ചെയ്യാം. അതിനും താഴെയായിട്ട് വ്യൂ ചെല്ലാൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ചേസിസ് നമ്പർ എന്നറിയപ്പെടുന്ന ഷാസി നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എൻജിൻ നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് RC ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടാകും. രണ്ടിൻ്റെയും അവസാനത്തെ 5 ഡിജിറ്റ് വീതം ടൈപ്പ് ചെയ്ത് കൊടുത്ത് വ്യൂ ചെല്ലാൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു വാഹനത്തിന് എന്തെല്ലാം ഫൈൻ വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് അവിടെ കാണിക്കുന്നതാണ്. ചെലാൻ നമ്പരും കൊടുത്തിട്ടുണ്ട്. അതിന് നേർക്കുള്ള വ്യൂ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. അവിടെ തന്നെ റീഡ് മോറിൽ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ഫൈനാണ് വന്നിട്ടുള്ളത് എന്നവിടെ അറിയാൻ സാധിക്കും. ഇവിടെ ഡിസ്പോസ്ഡ് എന്നാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഫൈൻ അടച്ചിട്ടുണ്ട് എന്നാണ്. അടുത്തത് എടുക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പെൻഡിങ് എന്നുള്ള സ്റ്റാറ്റസാണ്. ഇതിനർത്ഥം നമ്മൾ ആ തുക അടച്ചിട്ടില്ല എന്നാണ്. ഇവിടെ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനൊക്കെ 500, അതേപോലെ തന്നെ പൊല്യൂഷന് 2000, ഹെൽമെറ്റ് ധരിക്കാത്തതിന് 500 അങ്ങനെയൊക്കെയാണ് ഫൈൻ വരുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2000 അങ്ങനെയൊക്കെയാണ് ഫൈൻ വരുന്നത്. ഇവിടെ ഫൈൻ എത്രയാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് താഴെയായിട്ട് വ്യൂ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോയി തുക അടയ്ക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും തന്നെ ഞാൻ ഫോട്ടോ എടുത്തൊക്കെയാണ് ഇത്രയും റെക്കോർഡ് ചെയ്തത്. റെക്കോർഡിംഗ് ഒന്നും അനുവദിക്കുന്നില്ല. ഫൈൻ അടയ്ക്കേണ്ടുന്നവർക്ക് എങ്ങനെ ഫൈൻ അടയ്ക്കാമെന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഫൈൻ വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമേ ഇവിടെ ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ. സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് സോർട്ട് ചെയ്ത് അതായത് സർക്കിളിലേക്കും ജില്ലയിലേക്കൊക്കെ അയച്ചതിന് ശേഷമേ ഇവിടെ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ ഫൈൻ വന്നതിന് ശേഷം ഏതാണ്ട് 1 മാസത്തിനകം തന്നെ അടയ്ക്കാൻ നോക്കുക.